ഹായ് ഹലോ മുത്തുമണീസെ, എല്ലാവർക്കും നമ്മുടെ സുമി ഫാസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ നാളത്തെ വിശേഷമാണ് ഇന്നിപ്പോൾ നാം പറയാൻ പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നവർ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെപ്പോഴും ഇങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നുന്നൊന്നും വേണ്ട കേട്ടോ, കാരണം പുതുതായിട്ട് വരുന്ന മുത്തുമണീസിനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഡെയിലി ഉള്ള നമ്മുടെ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോയാലോ. നമ്മുടെ ഹരിശങ്കറിനെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇടിച്ച് പിഴിഞ്ഞ് തന്നെ ഹരീനെ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം അവർ തെളിവെടുപ്പിനായിട്ട് ഹരിയെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. ഈ വീട്ടിൽ കൊണ്ടുവരാമെന്ന് വെച്ചാൽ പോലീസുകാർക്ക് അകത്തോട്ട് പോലും കയറാൻ പറ്റുന്നില്ല. കാര്യം ഈ ആൾക്കാരൊക്കെ, നാട്ടുകാരും മറ്റുള്ളവരും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരൊക്കെ ഈ വീട്ടിൽ വന്ന് ആ ഗേറ്റിൻ്റെ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് ഗേറ്റ് മനു പൂട്ടിയിട്ടൊക്കെയാണ്. കാര്യം എന്ന് വെച്ചാൽ അകത്തോട്ട് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ ഒരു മട്ടിലാണ്. അങ്ങനെ പോലീസുകാർ വന്ന് ഹരിയെ കൊണ്ട് തെളിവെടുപ്പിനായിട്ട് വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് ഈ ഗേറ്റ് തുറന്നിട്ടില്ല. അങ്ങനെ പിന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മനു വന്ന് ഈ ഗേറ്റ് തുറക്കുന്നുണ്ട്. ഗേറ്റ് തുറന്നതും ആ വണ്ടി അകത്തോട്ട് കയറുകയാണ്. അപ്പുറവും ഇപ്പുറവും രണ്ട് പോലീസുകാരുടെ നടുക്ക് സ്വന്തം അനുജൻ വിലങ്ങോ അണിഞ്ഞ് ഇരിക്കുന്ന സീൻ കണ്ടിട്ട് മനുവിൻ്റെ ചങ്ക് പൊട്ടിപ്പോവുകയാണ്. നിന്നെ ഇത്രയും ഈ ഒരു ചെറു പ്രായത്തിൽ, പക്വതയില്ലാത്ത പ്രായത്തിൽ നിനക്ക് ഇത്രയും ചെയ്യാനുള്ള ഒരു തൻ്റെടവും കഴിവ് എവിടെ നിന്ന് കിട്ടി എന്ന ഭാവത്തിൽ മനു തുറിച്ച് ഹരീനെ നോക്കുകയാണ് കേട്ടോ. ഹരി മനുവിൻ്റെ മുഖത്ത് നോക്കുന്നെങ്കിലും ലജ്ജയോടെയുള്ള ഒരു നോട്ടമാണ്. അങ്ങനെ നമ്മുടെ കമല ഇതൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പം മനു പറഞ്ഞു, ഇതേ മോനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗേറ്റ് തുറക്കാൻ പോണത്. അപ്പോൾ അത് കേട്ട് കമലയ്ക്ക് ആകെ വെപ്രാളമാണ്. എന്ന് വെച്ചാൽ സ്വന്തം മകനെ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നതും ആൾക്കാരും പോലീസും ജീപ്പും ഇതെല്ലാം കൂടെ കണ്ടിട്ട് കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. കമല ഹാളിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു അമ്മയുടെ ആ ഒരു ചങ്കിടിപ്പ്. പക്ഷേ ആ സ്ത്രീയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഈ മോൻ ഈ ഒരു ഗതിയിലോട്ടായത്. അങ്ങനെ കമലയുടെ മുമ്പിൽ വിലങ്ങും വെച്ച് കൊണ്ടുവന്നിട്ട് കമലയുടെ മുന്നിൽ കുനിഞ്ഞ് നിൽക്കുകയാണ് ഹരി. മുഖം ഉയർത്തുന്നില്ല. അപ്പം പോലീസുകാരുടെ അടുത്ത് ഉടൻ തന്നെ കമല, എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്നാണ് സാറേ ഈ ഒരു ഇതിലാക്കിയത്. മകൻ, നിങ്ങളൊരു അമ്മയാണോ? ഒരു മകനെ പ്രസവിച്ചതുകൊണ്ട് കാര്യമില്ല, മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കൂടെ അച്ഛനമ്മമാർക്ക് കഴിയണം. അതറിയുമെന്ന് ചോദിച്ചിട്ട് കമലയുടെ മുമ്പിലിട്ട് എന്നെ 2-3 തല്ലങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ തല്ലി പദം വരുത്തിയിട്ടുണ്ട്. നീരും വെച്ച് ഒക്കെ ആയിട്ട് ഹരി ആകെ ഒരു ഇതായിട്ടുള്ള സീനിലാണ് ഹരി നിൽക്കുന്നത് കേട്ടോ. ആ സ്വന്തം മകനെ സ്വന്തം കൺമുന്നിൽ വെച്ച് ഇടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണേണ്ടി വന്ന അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. അങ്ങനെ തെളിവെടുപ്പിനായിട്ട് അവർ ഹരിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പം മനു റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനുവിൻ്റെ അടുത്ത് റൂം ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ റൂമിൽ ചെന്ന് അവിടെ നിന്ന് കുറേ തെളിവുകൾ കിട്ടുകയാണ് കേട്ടോ. ഹരിക്ക് എതിരായിട്ട് ഉള്ള ഹരി ചെയ്ത കുറ്റങ്ങളും അതിൻ്റെ കുറേ ഫോട്ടോസും സ്റ്റിൽസും CDs പെൻഡ്രൈവും ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ തെളിവാണ്. പിന്നെ ഡ്രഗ്സിൻ്റെ സിറിഞ്ചും അതിൻ്റെ ടാബ്ലറ്റും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതൊക്കെയായിട്ട് അവർ പോലീസ് എല്ലാം തിരഞ്ഞെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സുലോചന ഹോസ്പിറ്റലിലോട്ട് വരികയാണ് കേട്ടോ. സുലോചനയ്ക്ക് ആകെ ഒരു വിഷമമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ബാലേട്ടനെ എങ്ങനെ കാണും, എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും, ഈ ഒരു സിറ്റുവേഷനല്ലേ, വയ്യാണ്ട് കിടക്കല്ലേ. അങ്ങനെ സുലോചനയെ കണ്ടപ്പോൾ ബാലേന്ദ്രൻ്റെ വല്ലാത്തൊരു വിഷമമായിരുന്നു, ഒരു വീർപ്പ് മുട്ടലായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ സുലോചന? അപ്പോൾ ഇല്ല ബാലേട്ട, ഞാൻ ഗോവർദ്ധേട്ടൻ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ജയിലിലാണ്, റിമാൻഡ് ചെയ്തൊക്കെയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഡീറ്റെയിൽ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ബാലേട്ടൻ വിഷമിക്കണ്ട. എന്തായാലും എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും, അവനെ പോലീസുകാർ ഒരുപാട് തല്ലിച്ചതച്ച് കാണും. അവന് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ കൂടിയും എല്ലാം അവൻ പറഞ്ഞു തീരുന്നുമ്പോൾ എല്ലാം മേടിച്ചു കൊടുത്തും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വഴി പഴച്ച് പോയല്ലോ. നമുക്കും പെൺമക്കളില്ലേ, ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുലോചന, എൻ്റെ മോൻ അങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന്. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, ആ ഹരിയല്ലേ ബാലേട്ട കൂട്ട്, അവൻ്റെ കൂടെ കൂട്ടുകൂടി അവൻ അങ്ങനെ ആയിപ്പോയത്. എന്ത് കൂട്ടാണെങ്കിലും അവനെ എടുത്തോണ്ടൊന്നുമല്ലല്ലോ ആക്കിയത്, അവൻ സ്വമേധയാ ഈ ഒരു കുഴി ചെന്ന് ചാടിയതല്ലേ എന്നിങ്ങനെ പറഞ്ഞ് വിലപിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ.
എന്തായാലും പോലീസ് സ്റ്റേഷനിലിട്ട് അവനൊക്കെ ഒരുപാട് തല്ലി ചതച്ചിട്ടുണ്ടാവും അല്ലേ സുലോചന എന്നൊക്കെ ബാലേന്ദ്രൻ വിഷമിച്ച് പറയുന്നുണ്ട്. എന്ത് ജീവിതം ഇത്, എന്ത് അവസ്ഥയാണ്, സ്വന്തം മക്കൾ പോലും നല്ല രീതിയിൽ വരാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വിഷമിക്കുകയാണ്. അപ്പം ബാലേട്ടൻ വിഷമിക്കണ്ട, ഇനിയിപ്പോൾ ലൈമയൊന്നും കൂട്ടണ്ട, നമുക്ക് രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ നമുക്ക് എങ്ങനെയായാലും പുറത്തിറക്കാം, ബാലേട്ടൻ വിഷമിക്കാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് സുലോചന കുറേ സമാധാനിപ്പിക്കുകയാണ്. അല്ല ബാലേട്ട, വൈജയന്തിയേട്ടത്തെ ഇതറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല അവരുടെ കാര്യം, ആകെ ഇപ്പോൾ അലീന മാത്രമാണ് ആ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളത്, ആ കുട്ടികളെ നോക്കാൻ, അതായത് നമ്മുടെ കൃഷ്ണമോളെയും ബബിതയൊക്കെ നോക്കി അവൾ ഒറ്റയ്ക്ക്. ആ ഒരു കുട്ടിക്ക് എത്രത്തോളം അത് രീതിയിലാക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിക്ക് വല്ലാത്തൊരു ടെൻഷനാണ് എല്ലാ കാര്യങ്ങളിലും. ബാലേട്ട ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞ് സുലോചന സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് സുലോചന വൈജയെ കാണാൻ പോവാണ്. വൈജയെ കണ്ടതും വൈജ സുലോചനയെ കണ്ടതും അന്താളിക്കുകയാണ്. എന്നിട്ട് വേഗം ചോദിക്കുകയാണ് സുലോചനെ, രോഹിത്തിൻ്റെ കാര്യം നീ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല വൈജയേട്ടത്തി, ഞാൻ പ്രത്യേകിച്ചായിട്ടൊന്നും അറിഞ്ഞില്ല, ജയിലിലാണ്, കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലേ ഉള്ളൂ, എനിക്ക് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്നും അറിയുന്നില്ല. അപ്പോൾ സുലോചന പറഞ്ഞു, ബാലേട്ടൻ ഇങ്ങനെ മൈനർ ഒരു അറ്റാക്ക് വന്ന് അപ്പുറത്താണ്, എന്ത് അറ്റാക്ക് വന്നിട്ട് എന്ത് കാര്യം, മക്കളെ നിരപ്പായിട്ട് വളർത്തണം, ഇതിനെല്ലാം കാരണക്കാരി ആ അലീന ഒറ്റൊരുത്തിയാണ്. അപ്പോൾ സുലോചന ചോദിച്ചു, അത് കൊള്ളാം വൈജയേട്ടത്തി തന്നെ ഈ പറയണം, അവളെന്ത് ചെയ്തു, അലീന പറഞ്ഞിട്ടാണോ രോഹിത് പോയത്, ഈ ഒരു അവസ്ഥ വന്നത് അവൾ കാരണമാണ്, ഇങ്ങനെയൊക്കെ ഞാൻ വന്ന് കിടക്കാനും ബാലേന്ദ്രൻ അങ്ങനെ കിടക്കാനും കാരണം അവൾ ആ കാലെടുത്ത് ആ കുടുംബത്തെ വെച്ചതുകൊണ്ടാണ്. എന്തിനാ വൈജയേട്ടത്തി ആവശ്യമില്ലാണ്ട് ആ കുട്ടിയെ പറയണം, ഇപ്പം നിങ്ങളുടെ മക്കളെ രണ്ടെണ്ണത്തിനെ നോക്കാനും ആ കുടുംബത്ത് ഒരു താങ്ങായിട്ട് നിൽക്കാനും അവൾ ഒരുത്തിയല്ലേ ഉള്ളൂ, എന്നിട്ട് പിന്നെയും അതിനെ എന്തിനാ കുറ്റം പറയണത്, ഇങ്ങനൊരു അവസ്ഥ വരുത്തിച്ച് വെച്ചത് അവൾ തന്നെയല്ലേ, ഈ കുടുംബം ചിന്ന ഭിന്ന ആയി പോയെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അലീന തന്നെയാണ്, അവൾ ഒറ്റൊരുത്തി ഒരുപൊട്ടവൾ തന്നെയാണെന്ന് പറഞ്ഞ് വീണ്ടും പറയണത്. ഇത് കേട്ടിട്ട് സുലോചന കുറേയൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുലോചന ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഇച്ചിരി നാളല്ലേ ഹോസ്പിറ്റലിലായുള്ളൂ വൈജയേട്ടത്തി, ഇതിനു മുന്നേ വൈജയേട്ടത്തി ആ വീട്ടിൽ തന്നെയായിരുന്നല്ലോ, അപ്പം മക്കളെ ഒന്നും വൈജയേട്ടത്തി നേരെ ചൊവ്വേ നോക്കാനൊന്നും പോയില്ലെന്ന് വെച്ചു, മോനെയും മോളെയും ഒക്കെ എന്നിങ്ങനെ സുലോചന കൊള്ളാൻ പാകത്തിന് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ വൈജ ഒന്നും മിണ്ടിയില്ല കേട്ടോ, ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. അങ്ങനെ കുറേ സംസാരിച്ച ശേഷം അവസാനം സുലോചനയ്ക്ക് വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ഹരീനെ ചോദ്യം ചെയ്ത് ഹരീനെ റൂമിൽ ചെന്ന് എല്ലാ എവിഡൻസും എടുത്ത് അവർ താഴോട്ട് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് കമല. എന്നിട്ടും പറയണേ, സാറേ എൻ്റെ മോനോ വിടണം, അവന് ജാമ്യമെങ്കിലും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറയും, നിങ്ങളൊരു സ്ത്രീയാണ്, ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു പ്രായം തികയാത്തൊരു പെൺകുട്ടീനെ അവൻ 1 കൊല്ലത്തോളം സ്നേഹിച്ച് കൊണ്ട് നടന്നിട്ട് അവന് വഴങ്ങാണ്ട് വന്നപ്പോൾ അവൻ ട്രാപ്പിലാക്കി ആ പെൺകുട്ടിയെ കൊണ്ട് കൂട്ടുകാർക്കും കൂടെ കാഴ്ച വെച്ചേക്കുന്നു. യവന ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ അതറിയോ നിങ്ങൾക്ക്? ഏറ്റവും ഒന്നാം പ്രതി, ഈ കേസിലെ ഏറ്റവും ഒന്നാം പ്രതിയായിട്ട് എടുത്തേക്കുന്നത് ഹരീനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ യവൻ ഇതിന് മുന്നും പല പെൺകുട്ടികളെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നും പല പെൺകുട്ടികളുടെ മോശം ക്ലിപ്പുകൾ എടുത്തു വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത കാര്യങ്ങളും ഒക്കെ അവൻ തന്നെ അവൻ്റെ വായിന്ന് പറഞ്ഞു. കാരണം അവൻ്റെ മുലപ്പാൽ കുടിച്ചത് വരെ ഞങ്ങൾ അവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പോലീസുകാർ പറഞ്ഞ് 2 കുത്തും കൊടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കമലയുടെ ചങ്ക് പൊട്ടുകയാണ്. സ്വന്തം മോനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കാണേണ്ടി വന്നല്ലോ എന്നോർത്തിട്ട് ആകെ ഒരു വിഷമം ആവേണം കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലായി കൊണ്ടുപോവേണം. അപ്പോഴേക്കും കമല നിന്ന് കരച്ചില്ല മനുവിൻ്റെ അടുത്ത്. മനു എങ്ങനെയെങ്കിലും നമ്മുടെ ഹരിയെ രക്ഷിക്കടാ, അവൻ നിൻ്റെ അനുജനല്ലേടാ എന്നൊക്കെ പറയുന്നുണ്ട്. അനുജൻ അമ്മയ്ക്ക് ഇപ്പോഴേ തോന്നിയുള്ളൂ മോനെ നന്നാക്കണമെന്നും മോനെ രക്ഷിക്കണമെന്നും. എത്രയോ പ്രാവശ്യം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഹരിയെ അമ്മ ശ്രദ്ധിക്കണം, ഹരിയുടെ പോക്ക് ശരിയല്ല, ഇനി ഞാൻ ചെന്ന് ജാമ്യത്തിൽ ഇറക്കാൻ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പോലീസുകാർ എന്നെയും കൂടെ പിടിച്ച് അതിൻ്റെ അകത്തിടും, അറിയോ അമ്മയ്ക്ക്. അതുകൊണ്ട് അവൻ്റെ കാര്യവും പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വരണ്ടെന്നും പറഞ്ഞിട്ട് മനു അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടൻ കമല പിന്നെ ശിവശങ്കറിനെ വിളിക്കുകയാണ്, ശിവേട്ട ഇങ്ങനെയൊക്കെയാണ്, ഇന്ന് തെളിവെടുപ്പിനായിട്ടൊക്കെ അവനെ കൊണ്ടുവന്നു, അവർ ഇടിച്ച് പരുവാക്കിയിട്ടുണ്ട് ശിവേട്ട, എന്തെങ്കിലും കുറച്ച് പൈസ കോരി എറിഞ്ഞിട്ടാണെങ്കിലും അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും, നമ്മുടെ മകനല്ലേ എന്ന് പറഞ്ഞ് കമല നിന്ന് ഒരേ കരച്ചില്ല. ഒരമ്മയുടെ സിറ്റുവേഷനാണ്, അവർ പറഞ്ഞിട്ടും കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ഗോവർദ്ധനെ വിളിക്കുകയാണ്, കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി അങ്കിളേന്ന് ചോദിച്ചിട്ട് നമ്മുടെ അലീന വിളിക്കുന്ന രംഗങ്ങളാണ്. അപ്പോൾ ഗോവർദ്ധനം പറയുന്നുണ്ട്, വക്കീലിനെയൊക്കെ കണ്ട് സംസാരിച്ചു അലീന, പക്ഷേ മോളെ നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. കാര്യം രോഹിത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കതിൽ
പ്രത്യേകിച്ച് അവനങ്ങനെ മാപ്പ് സാക്ഷിയൊന്നും ആക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി ആ രീതിയിൽ മൊഴി പറയണം. അല്ലാണ്ട് നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് വക്കീൽ പറയണത്. നമ്മൾ അല്ലാതെ രീതിയിൽ കാരണം വക്കീലന്മാർ പറയണ കാര്യം ഇത് അങ്ങനെ ഊരി പോരാൻ പറ്റണ ഇത്രയും എല്ലാവരും അറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും എമ്പാടും ഉള്ളവർ ഈ കേസ് അറിഞ്ഞൊക്കെയില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്കൊന്നും ഏത് വക്കീൽ വിചാരിച്ചാലും ഊരിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല. ഇനി ആ റേപ്പിന് ഇതായ പെൺകുട്ടി എന്തെങ്കിലും മൊഴി രോഹിത്തിന് അനുകൂലമായിട്ട് പറയുകയാണെങ്കിൽ മാത്രമേ മോളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ച കണക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലയെന്ന് ഈ ഗോവർദ്ധനം പറയണം. ഇതൊക്കെ കേട്ടിട്ട് അലീന അങ്ങോട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. ആ സമയം നമ്മളെ കൃഷ്ണമോൾ അലീനയുടെ അടുത്ത് വരെയാണ്. എന്താ ചേച്ചി രോഹിതേട്ടനെ രക്ഷിക്കാൻ നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു, മോളെ തെളിവുകളെല്ലാം അവന് എതിരായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കറിയില്ല അവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ രോഹിത്തിൻ്റെ ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ തന്നെയും അത് ആ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി അത് മൊഴി പറയണം. കോടതിയിൽ കേസ് വരുമ്പോൾ മൊഴിയായിട്ട് ആ കുട്ടി പറയണമെങ്കിൽ മാത്രമേ രോഹിത്തിന് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുന്ന സീനൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം അനുജന് വേണ്ടിയിട്ട് രോഹിത്ത് മനസ്സ് തുറന്ന് അലീനയുടെ മുമ്പിൽ പറയുന്ന സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. അലീന സ്റ്റേഷനിൽ വരെ പോകുന്നുണ്ട്. അലീനനെ പോലീസ് വന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. കാരണം ഹരിയുടെ ഫോണിലും മറ്റുമൊക്കെ അലീനയുടെ കുറച്ച് മോശം പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അലീനെ ഇങ്ങനെ റേപ്പ് ചെയ്യാനായിട്ട് ഒരിക്കൽ ശ്രമിച്ചു എന്നും പക്ഷെ അത് നടന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഹരി പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അലീനെ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവരുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും രോഹിത്ത് ഉറപ്പായിട്ടും ഇങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് അലീനയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് അലീന ആ ഒരു രീതിയിൽ, അതായത് ഈ റേപ്പിന് അകപ്പെട്ട കുട്ടിയിൽ നിന്ന് ഒരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും രോഹിത്തിന് അനുകൂലമായിട്ട് കിട്ടുമോ എന്നറിയാനായിട്ടൊക്കെ അലീന ഇറങ്ങുന്ന സീനൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നാളെ ഒരു അപ്കമിങ് വിശേഷം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശിവശങ്കറിന് നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ പോയി ആ ഒരു വക്കീൽ മുഖാന്തരം പോയി കാണുന്ന സീനും കാര്യങ്ങളൊക്കെ ഒരു അപ്കമിങ് വിശേഷമാണ്. അപ്പോൾ ഞാനത് ഒരു ഡേ ടൈമിൽ എപ്പോഴെങ്കിലും കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ വരുന്ന എപ്പിസോഡിൻ്റെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ ആകെ ഒരെണ്ണം 2 എണ്ണം, അതും എൻ്റെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഇത്ത മാത്രമേ ഉള്ളൂ കേട്ടോ, സൽമാ എന്ന് പേരുള്ള. അപ്പോൾ ബാക്കി ആരും അങ്ങനെ കമൻസ് ഒന്നും ഇടാറില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ചെറിയ രീതിക്കാണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ സുമി മുഫാസ് മൻസിലിൽ കാട്ടിത്തെ കിളിക്കൂടെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അതാത് ദിവസത്തെ എപ്പിസോഡ് മഴ തോരും മുമ്പേ പിറ്റെന്നുള്ളത് തലേ ദിവസം രാത്രി 9 മണിക്ക് സമയത്ത് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.